അടിപൊളി അടിപൊളി. വെരി ഗുഡ്. അടിപൊളിയായിരുന്നു. സൂപ്പർ സൂപ്പർ. One of the best ever film. അടിപൊളി. കിട്ടില്ല കിട്ടില്ല. വേറെ ലെവല. തന്നെ ഒഴിവാക്കി എന്നാലും പറയാം, നല്ല സിനിമ. എവിടെ നോക്കണ്ട, നല്ല സിനിമ. സൂപ്പർ ഓടാൻ ഒരു രക്ഷയില്ല, അടിപൊളി. ഓസം ആറുമാറ് ഗുഡ് വാച്ച്. കിട്ടില്ല എന്താണ് ഇപ്പൊ കണ്ടിറങ്ങിയതാണ്. കിട്ടില്ല പടം, സൂപ്പർ പടം, നല്ല പടം, കിട്ടില്ല പടം, അടിപൊളി വെരി ബ്രില്യൻറ്റ്, സൂപ്പർ പടം, സൂപ്പർ നല്ല സിനിമ. It was awesome. You can put whatever the perfect word for after Super, because he's such a killer, man. Tyagaraja Kumara is such a killer. We have to wait another 5 or 10 years to watch his third movie. Super duper. സൂപ്പർ പടം. ത്യാഗരാജൻ കുമാരരാജയുടെ മുമ്പത്തെ പടം കണ്ടിട്ടുണ്ടല്ലോ, അരണ്യം. സോ അരണ്യകണ്ണം വെച്ച് അത് അരണ്യകണ്ണം കണ്ടുകൊണ്ടാണ് നമ്മൾ അയാളുടെ ഫാനായി മാറിയത്. സോ അതുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ഒരു വർക്കാണോ, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് വർക്കായിട്ട് തന്നെ കാണേണ്ട ഒരു വർക്കാണോ എന്ന് തോന്നുന്നു? ഇല്ല, ഇതൊരു ഇൻഡിപെൻഡന്റ് വർക്ക് തന്നെയാണ്. പക്ഷേ ഈ പറയും പോലെ ഒരു തമിഴ് സിനിമ ഒരു 2-3 വർഷം മുമ്പ് എന്നൊരു പാറ്റേൺ ഉണ്ടായിരുന്നു. ആ പാറ്റേണിന് പിൻപറ്റിയുള്ളൊരു പടമായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. ഈ പറയും പോലെ കുറേ കണക്ഷൻസും കുറേ ക്യാരക്ടേഴ്സും അടിപൊളി ആക്ടേഴ്സും ഒക്കെ വന്നതുകൊണ്ടുണ്ടെങ്കിലും ആ ഒരു പിന്നെ പടം പോകുന്ന ഒരു സാധനം നമുക്ക് 2-3 വർഷത്തെ മുമ്പത്തുള്ള തമിഴ് സിനിമയുടെ ഒരു പാറ്റേണുമായിട്ട് ഇതിനെ എസ്പെഷ്യലി സുധുഗോവിന്റെ ഒരു ആ ഒരു പാറ്റേൺ. പക്ഷേ ഇതിന്റെ ഒരു ഫ്രഷ്നെസ് എന്ന് പറയുന്നത് ഈ ആക്ടേഴ്സിന്റെ പെർഫോമൻസും പിന്നെ കണക്ഷന് വേണ്ടി കണക്ഷൻ അല്ല, അങ്ങനെ കണക്ട് ചെയ്തിട്ടുമില്ല. പക്ഷേ ലോകത്ത് എവിടെയൊക്കെ നടക്കുന്നതിന് പുള്ളിയുടെ പൊളിറ്റിക്സ് ഇതിനകത്ത് കൃത്യമായിട്ട് ഭയങ്കരമായിട്ട് ദൈവത്തിനെ കുറിച്ചായാലും മതങ്ങളെ കുറിച്ചായാലും സിസ്റ്റത്തിനെ കുറിച്ചായാലും നമ്മളെ ഈ ദേശത്തിന്റെ വേർതിരിവ് തമിഴൻ മലയാളി ഇന്ത്യക്കാരൻ എന്നുള്ളത് പൊളിറ്റിക്സ് കൃത്യമായ ഇടങ്ങളിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഭയങ്കര രസമായിട്ട്. അതുപോലെ എനിക്ക് തോന്നുന്നു എഴുത്തിൽ നോക്കുമ്പോൾ മിസ്കിൻ ഇതിൽ ഉണ്ടല്ലോ, എഴുതിയിട്ടുണ്ട്. പക്ഷേ മിസ്കിന്റെ ഇതുവരെ കണ്ടതിന്റെ ഒരു പാർട്ട് ഭയങ്കര വ്യത്യാസമുണ്ട്. അല്ല, മിസ്കിന്റെ ഒരു അഭിനയം എഴുത്തില് ഭയങ്കര വ്യത്യാസമുള്ള ഒരു എഴുത്താണ്. ഇങ്ങനെ ഒരു പാറ്റേൺ എഴുതിയിട്ടില്ല. പിന്നെ മൊത്തത്തിൽ ഓൺ ദ ഹോൾ പടം ഭയങ്കര ഇതിന് കൾട്ട് സ്റ്റാറ്റസ് ഒക്കെ വരാൻ പോകുന്ന ഇതിനകത്ത് കുറേ മറ്റേ ബ്രില്യൻസ് ഒക്കെ കണ്ടുപിടിക്കും. പിന്നെ ഇതിനകത്ത് നമുക്കിപ്പോൾ തമിഴ് ഇപ്പം മനസ്സിലാവുന്ന ഈ ഒരു സീനിൽ ഒരു ഷോട്ടിൽ ഫുൾ പോസ്റ്റേഴ്സ് വെച്ച് നിറച്ചിട്ടുണ്ട്. അതിനകത്തുള്ള എല്ലാ പോസ്റ്റേഴ്സും, അതിനകത്ത് ഒരു പോസ്റ്റർ ഏലിയൻസ്, ഒരു പോസ്റ്റർ ഈ വാഴ്വിൻ രഹസ്യം എന്ന് പറയുന്നത്, ഒരു പോസ്റ്റർ വിശാലിൻ്റെ ഒരു പടത്തിൻ്റെ ഒരു പോസ്റ്ററാണ്. അപ്പോൾ ഇതെല്ലാം തമ്മിൽ കണക്ഷൻ ഉണ്ട്. അപ്പം ഭയങ്കര രസകരമായിട്ട് നമ്മൾ 2-3 വട്ടം കണ്ടാലും ഇതിനകത്ത് എല്ലാം കിട്ടുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു. സംസാരിച്ചത് പക്ഷെ എന്തായാലും പടം മസ്റ്റ് വാച്ച് പടം തന്നെയാണ്, അതിലൊരു സംശയം. താങ്ക് യു.